റഹീം നമുക്കൊപ്പം ചേരുകയാണ്. റഹീം, DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പാലോട് രവി രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് താങ്കളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? അല്ല, ഇത് യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ ശബ്ദ സംഭാഷണം കേട്ടതില് അദ്ദേഹം ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോ ശരിയായൊരു കാര്യം പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നാണോ അതിന്റെ അർത്ഥം? എന്നാണ് കോൺഗ്രസ് അതിൽ നിന്ന് ജനങ്ങളോട് വ്യക്തമാക്കുന്നത്? എന്ത് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കൂടി കോൺഗ്രസ് വ്യക്തമാക്കണ്ടേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ ഉള്ള ആത്മവിശ്വാസക്കുറവാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമായത്. അത് സത്യമാണല്ലോ. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുറമേ കോൺഗ്രസ് ശ്രീ വി ഡി സതീശനാകട്ടെ, സണ്ണി ജോസഫ് ആകട്ടെ, ഇവരെല്ലാവരും പുറത്ത് പ്രകടിപ്പിക്കുന്നത് കപടമായ ആത്മവിശ്വാസ പ്രകടനങ്ങൾ മാത്രമാണ്. കോൺഗ്രസിന്റെ ഉള്ളിലുള്ളവർക്കും വളരെ പ്രമുഖരായ DCC പ്രസിഡന്റും മുതൽ മുകളിലോട്ടുള്ള നിലവാരത്തിലുള്ള എല്ലാവർക്കും തന്നെയും അറിയാം, ഇത് ഒരു വസ്തുത അറിയാം, ഗ്രൗണ്ട് അറിയാം, ഇത് പ്രശ്നമാണ്. വീണ്ടും LDF തന്നെ തുടർന്നും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ കോൺഗ്രസിനകത്ത് അങ്ങേയറ്റത്തെ ദുർബലമാണ്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞ് ഞാൻ കേട്ടൊരു കാര്യം, കോൺഗ്രസിന്റെ ബ്ലോക്ക് ലീഡർഷിപ്പ് എല്ലാം തന്നെ എഴുതി തന്ന പലതും ബോഗസാണ്, വെറുതെ എഴുതി തന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വെറുതെയൊക്കെ അങ്ങനെ, അത് സത്യമല്ലേ പറയുന്നത്? അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയ രേഖകൾ താഴെ നിന്ന് എഴുതി കൊടുക്കുന്നതെല്ലാം വെറുതെ കടലാസിൽ എഴുതി തരുന്നതല്ലാതെ ആളുകൾ ആരും പ്രവർത്തിക്കാനില്ല, ജനങ്ങളോട് ബന്ധമുള്ളവരില്ല. ഇതെല്ലാം പറഞ്ഞത് സത്യമല്ലേ? അങ്ങനെ സത്യം പറയുന്ന ആളുകളെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുമ്പോൾ സമ്മർദ്ദത്തിൽ രാജി എഴുതി വാങ്ങിയതാക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ